ഇന്ത്യയിൽ ലൈക്ക് ഇപ്പോൾ വേടൻ്റെ കയ്യിൽ കാശുണ്ട്, വേടൻ കാർ വാങ്ങാനും വീട് വാങ്ങാനൊക്കെ വേടനെ പറ്റുന്നുണ്ട്. പക്ഷെ വേടൻ പട്ടികജാതിക്കാരനെ അല്ലാതെ ആയി മാറുന്നില്ല ഒരിക്കലും. അതിന് ഒരുപാട് കാലങ്ങൾ ജാതി ഇല്ലാതാവാൻ. ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് എൻ്റെ ഒരു കലക്ടർ സുഹൃത്ത്, പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കലക്ടർ സുഹൃത്താണ്. എൻ്റെ ഒരു കലക്ടർ സുഹൃത്ത് പുള്ളിക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി നടക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് എന്നാണ്. അത് ഭയങ്കര ഓപ്പണാണ് ആ സാധനം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരമ്മ പട്ടികജാതിക്കാരായിട്ടുള്ള ഒരമ്മ റിട്ടയർഡായി പുറത്ത് പോയപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം ശുദ്ധകലശം ചെയ്തിട്ടുള്ള ഇത് ഈ അടുത്താണ്, 2 മാസം മുന്നാണ് അത് നടന്നത്. അപ്പോൾ ഇവിടെ ഒരു പട്ടികജാതിക്കാരൻ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര കാശുണ്ടാക്കിയാലും അവൻ ഏറ്റവും അവസാനം പട്ടികജാതിക്കാരൻ തന്നെയാണ് ആവുന്നത്. അവൻ അതിൽ നിന്നൊരു മോക്ഷമില്ലാത്തൊരവസ്ഥയാണ്. അത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ പറയുന്ന ജാതി വ്യവസ്ഥയെ പൂർണ്ണമായി തുടർന്നു നിൽക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ അത് തെറ്റിയാണ്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക.